ജോയ്ഗുരു, നമസ്കാരം. എല്ലാവർക്കും ഈ ബാവുൽ സന്ധ്യയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. വളരെ സ്നേഹത്തോടെയുള്ളൊരു ക്ഷണമായിരുന്നു ഇവിടെ പ്രതിഭ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലേക്ക് ഉണ്ടായത്. അപ്പം ഇങ്ങനെയൊരു കൂടിച്ചേരൽ, ഇങ്ങനെയൊരു ഫെസ്റ്റിവല്, ഇത്രയേറെ വായനയും കവിതകളെയും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സദസ്സ് അതിൻ്റെ മുമ്പിൽ ഇവിടെ കാണാനുള്ള അവസരം ഉണ്ടായതിൽ ഏറെ സന്തോഷം. ഇന്നത്തെ കാലത്ത് അത് എത്ര പ്രാധാന്യമുള്ളതാണെന്നും ഇപ്പം ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ ഈ ചർച്ചകളുടെ ഒരു അന്തരീക്ഷത്തിൽ അത് കേട്ടിരിക്കാൻ, ഇങ്ങനെ കൂടിയിരിക്കാനും ഒരുമിച്ചിരിക്കാനും ആളുകൾ ഉണ്ടായിരിക്കുന്നതും വളരെ പ്രാധാന്യമുള്ള ഒരു സമയമാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഭാഗമാകാനും ഈ പാട്ടുകളിവിടെ പങ്കുവെക്കാനും വന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം പറയുന്നു. കുറേയേറെ ആളുകൾക്ക് പരിചയമുണ്ട് ഈ പാട്ടുകളെ പറ്റി, എങ്കിൽ തന്നെ തികച്ചും പരിചയമില്ലാത്ത ആളുകൾ കൂടെ ഉണ്ടാവും. അപ്പോൾ ഞാൻ എല്ലാവർക്കുമായിട്ടും ഈ പാട്ടുകളെ പറ്റി ചെറുതായി പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഞാൻ ബാവുൽ പാട്ടുകൾ എന്നത് സത്യത്തിൽ എല്ലായിടത്തുമുള്ള, ഇന്ത്യയിലും പുറത്തും ലോകത്തെമ്പാടും ഗുരുവിൻ്റെ കവിതകൾ, ഗുരുവിൻ്റെ വാക്ക് പാട്ടുകളായി പാടി വരുന്ന സമ്പ്രദായങ്ങളുണ്ട്. അപ്പം അതിൽ പെട്ടതാണ് ബാവുൽ പാട്ടുകൾ. ബംഗാളിൻ്റെയും ബംഗ്ലാദേശിൻ്റെയും ഭൂമികയിൽ നിന്നുള്ള ഗുരുവിൻ്റെ പാട്ടുകളാണ് ഈ പാടി വരുന്നത്. പക്ഷെ അത് അവിടെ മാത്രം ഒതുങ്ങുന്നതല്ല, എല്ലായിടത്തും ഓരോരോ പ്രദേശത്തും ഓരോരോ ഭാഷയിലും അതിങ്ങനെ കൈമാറി വന്നിട്ടുണ്ട്. ദേശങ്ങളിലൂടെ കൈമാറി വരാനും തലമുറകളിലൂടെ കൈമാറി വരാനും ഈ പാട്ട് രൂപത്തിൽ വാക്ക് ഇങ്ങനെ കൊണ്ടു നടക്കുന്നുണ്ട് ആളുകൾ. അപ്പം ആ ജോലിയാണ് ഞാനും ചെയ്തത്. ഗുരുക്കന്മാരുടെ കൃതികൾ പാടുക, പങ്കുവെക്കുക, അത് നമ്മുടെ ദേഹത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ചുണ്ടിൽ, ശബ്ദത്തിൽ അറിയിച്ചു നടക്കുക, അതാണ് ചെയ്യുന്നത്. അപ്പം ഒന്നും പറയാതെ തുടങ്ങാൻ പറ്റില്ല. ഇന്നലെ നമ്മുടെ കേരളത്തിൻ്റെ വളരെ എന്താ പറയുക, നമ്മുടെ ഏറ്റവും വിലപ്പെട്ട ഒരു ഗുരുവിൻ്റെ സമാധിയായിരുന്നു. ഗുരു മുനിനാരായണ പ്രസാദ് സ്വാമിയുടെ സമാധി ദിനമായിരുന്നു ഇന്നലെ. അപ്പം എന്താ പറയുക, ഒരു ഗുരുക്കന്മാർ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുക, അവരുടെ സാമീപ്യം അനുഭവിക്കുക, അവരുടെ വാക്ക് കേൾക്കാൻ പറ്റുക, ശരിക്കും ഭാഗ്യമാണത്. എങ്ങനെ ഒരു ഭാഗ്യമായിരിക്കുന്നു എന്ന് വെച്ചാൽ, ഒരു മനുഷ്യൻ പൂർണ്ണമായിട്ടും അവരായിട്ടിരിക്കുന്നതിൻ്റെ സാമീപ്യത്തിലിരിക്കുമ്പം, ആ ചൂടിലിരിക്കുമ്പം നമുക്കും അതാവാനുള്ളൊരു, അങ്ങനെ ആയിരിക്കാനുള്ളൊരു വലിയ ഒരു പ്രചോദനം അവരതായിരിക്കുന്നത് കൊണ്ട് തന്നെ ഉണ്ടാവുന്നുണ്ട്. അപ്പം അത്തരം സാമീപ്യങ്ങൾ നഷ്ടമാകുമ്പം, അല്ലെങ്കിൽ അവർ ഇനി ആ ദേഹത്തിലല്ല എന്നറിയുമ്പം വല്ലാത്തൊരു സങ്കടം തന്നെയുണ്ട്. പക്ഷെ സങ്കടപ്പെടാനുള്ളതല്ല ഗുരുവിൻ്റെ സമാധി എന്ന് അവർ തന്നെ പറഞ്ഞു വെച്ചിരിക്കണം. അത് വലുതായ ഒരു ഓർമ്മപ്പെടുത്തലാണ് എന്ന് പറഞ്ഞു വെച്ചിരിക്കണം. അപ്പം നിങ്ങളോടൊപ്പം ആ ഗുരുവിൻ്റെ പാഠങ്ങളിൽ